അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്തിച്ച്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തി നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ബൈബിളിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണ ഒരു കഥാപാത്രമുണ്ട്. ഈ അപ്പോസ്തലന്മാരുണ്ടല്ലേ, അപ്പോസ്തലന്മാരുടെ വായിൽ കർത്താവിലേക്കുള്ള വഴിയുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പോസ്തലന്മാരുടെ വായിൽ കർത്താവിലേക്കുള്ള വഴി. അതുകൊണ്ട് നമ്മുടെ അപ്പോസ്തലന്മാരെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിലിപ്പോസിനെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും ഓർക്കും ഈ അപ്പോസ്തലന്മാരുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ടാവുകയും, പക്ഷേ ഇത് നിർഭാഗ്യവശാൽ റെക്കോർഡായിട്ടില്ല. ഫിലിപ്പോസിൻ്റെ കാര്യം കുറേ ഡയലോഗ് റെക്കോർഡായി. അതായത് ഫിലിപ്പോസിനോട് കർത്താവ് ഇങ്ങനെ കുറേ സൈദ്ധാന്തികളൊക്കെ സംസാരിക്കുവേ. ഫിലിപ്പോസിനോട് കർത്താവ് എല്ലാവരും കൂടി പറയണതാണ്. യോഹന്നാനുസരിച്ച് 14:7 നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു.
അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു. ഫിലിപ്പോസൊക്കെ ഇത് കേട്ടോണ്ടിരിക്കണില്ല. അപ്പൊ ഫിലിപ്പോസ് മനസ്സിലായി, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു പറയണില്ലേ. അപ്പോഴേ ഈശോ 2 കൊല്ലമായി ശുശ്രൂഷ തുടങ്ങിയിട്ട്. ഈ 2 കൊല്ലത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ ഈ അണ്ണന്മാർക്ക് ഈശോനും അറിയാൻ പാടില്ല, പിതാവിനും അറിയാൻ പാടില്ല. ആ രീതി എത്തി. അതാണ് ഈശോ പറയണത്, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ബൈബിൾ വളരെ രസമായിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സംഭവം കോമഡിയാണ്. കാര്യം ഈ അണ്ണന്മാർക്ക് 2 പേരെ അറിയാൻ പാടില്ല. അപ്പോൾ ഫിലിപ്പോസ് പക്ഷേ സംഗതി നമുക്കൊരു താങ്ങാണല്ല ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞ്, കർത്താവേ, ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല, പിതാവെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറയും. അയാൾ അങ്ങനെയുള്ള നിഷ്കളങ്കത കൊണ്ട് അത് പറയണതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ, അതായത് ഇത് സ്റ്റീഫനാണല്ലേ പിതാവിനെ കണ്ടത്, ഇവർക്കുണ്ടല്ല. ഫിലിപ്പോസ് എന്താ ഈശോ പറഞ്ഞത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, ഞങ്ങൾക്കത് മാത്രം മതി. ആരാണ് ആദ്യം പിതാവ്? ഇവരുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പിതാവിനെ ആദ്യം കണ്ടത് ആരാണ്? സ്റ്റീഫനാണ് അല്ലേ, എസ്തഫാനോസ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പിതാവിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആദ്യം കണ്ടത് സ്റ്റീഫനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, ഇതൊരു നിത്യതയിലേക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറന്നിരിക്കണ കാണുക. അപ്പം ഫിലിപ്പോസ് പറഞ്ഞെന്താ, ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് നിർത്താമായിരുന്നു. പക്ഷെ ഫിലിപ്പോസ് നിർത്തണില്ല, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറയും. ക്രിസ്തുവിനോട് പറയാവുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണത്. വേറെ എന്ത് കാര്യവും ആരോടും നമുക്ക് പറയാം, പക്ഷെ ക്രിസ്തുവിന് മാത്രം ദൈവം നിശ്ചയിച്ചിരിക്കണ അൾട്ടിമേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരാശിക്ക് പിതാവിനെ കാണിച്ചു കൊടുക്കുക, സ്വർഗം കാണിച്ചു കൊടുക്കുക. അത് ഫിലിപ്പോസിന് അത് കാരണം ഫിലിപ്പോസിൻ്റെ മൈൻഡ് സെറ്റ് ശരിക്കും മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് സുവിശേഷ വേലയുടെ വലിയ വേലകളൊക്കെ ചെയ്യിക്കുന്ന ആരെ കൊണ്ടാണ്? ഞങ്ങൾക്ക് അതുമാത്രം മതിയെന്ന് പറയുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് ഷണ്ടന്മാരുണ്ടെന്ന് പറയത്തില്ലേ. സ്വർഗരാജ്യത്തെ പ്രതിയുള്ള ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറയണതല്ല, അതിനാണ് സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ടൻ എന്ന് പറയണത്. അപ്പോൾ ഈ ഷണ്ടൻ വേറൊരു ഷണ്ടനെ കാണും. അവനെ നിത്യരക്ഷയെ കൊണ്ടുവരേണ്ടത് ഈ സ്വർഗരാജ്യത്തെ പ്രതി. ഞങ്ങൾക്ക് അതുമാത്രം മതി എന്ന് പറയുമ്പോൾ പണം വേണ്ട, കുടുംബം വേണ്ട, ലോകം വേണ്ട, ജീവിതം വേണ്ട, ഞങ്ങൾക്ക് സ്വർഗം മാത്രം മതി. സ്വർഗരാജ്യത്തെ പ്രതി ഇവൻ ഷണ്ടനായിരിക്കും മറ്റു കാര്യങ്ങൾക്ക്. അതാണ് ഞങ്ങൾക്ക് അതുമാത്രം മതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷണ്ടൻ വേറൊരു ഷണ്ടനെ കാണും. അപ്പോസ്തല പ്രവർത്തനം 8:26. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക. അതൊരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ അപ്പോൾ സ്വകാര്യ ഷണ്ടനായ എത്യോപ്യ രാജ്ഞിയായ ഫിലിപ്പോസ് എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ജെറുസലേമിൽ ഈ ഷണ്ടൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അതായത് എന്താ വിഷയം വെച്ചാൽ, ഈ എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഇയാൾ ഷണ്ടർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഷണ്ടർ എന്ന് പറയുന്നത് അന്ന് ഇത് വിഷയം എന്ന് വെച്ചാൽ, അന്ന് ഫൈനാൻസ് മിനിസ്റ്ററായ ഒരാളെടുത്തു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾ അന്നത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ആരാണ് അധികാരത്തിലുള്ളവർ അവർ ഛേദിച്ച് കളയും. കാര്യം അവർക്ക് മക്കളുണ്ടാകാൻ പാടില്ല. മക്കളുണ്ടായാൽ അവർ ഫൈനാൻസിൽ കൈയിട്ട് വരും. അതാണ് പ്രശ്നം.
അതുകൊണ്ടാണ് എത്യോപ്യക്കാരൻ ഷണ്ടൻ എന്ന് പറയുന്നത്. ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് എല്ലാം ഈജിപ്റ്റ് തുടങ്ങിയ ഒരു പാരമ്പര്യമാണിത്. അതായത് ഫൈനാൻസ് കൈകാര്യം ചെയ്യണമെങ്കിൽ കുടുംബം ഉണ്ടാകാൻ പാടില്ല, അവർക്ക് മക്കളുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി അവരുടെ പ്രശ്നങ്ങൾ ഛേദിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഫിലിപ്പോസ് ഒരു ഷണ്ടനാണ്. എന്താണെന്ന് വെച്ചാൽ ഫിലിപ്പോസാണ് പറയണത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ച് തന്നാൽ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറയും, വേറെ ഒന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ സ്വർഗരാജ്യത്തെ പ്രതിയാണ് അയാൾ യേശുവിനെ അനുഗമിക്കണമെന്ന് വ്യക്തം. അതുകൊണ്ട് ഈശോ ഇതെല്ലാം കൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് മനുഷ്യർ 3-4 തരമുണ്ട്. 19:12 എന്തെന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നു. അങ്ങനെ കെൻഡാക്കയുടെ ഈ ഫൈനാൻസ് മിനിസ്റ്റർ അങ്ങനെ മനുഷ്യരാൽ ഷണ്ടനാക്കിയ ആളാണ്. സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട്. അതാണ് ഞങ്ങൾക്ക് അതുമാത്രം മതി ഫിലിപ്പോസ് പറയണില്ലേ. അപ്പം അങ്ങനെയുള്ളവരെയാണ് ഈ ഫിലിപ്പോസിന് എന്തുകൊണ്ടാണ് ഈ വലിയ ഫൈനാൻസ് മിനിസ്റ്ററിനെ പോലുള്ള ആൾക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഫിലിപ്പോസിനാണ് ദൈവം ഉപയോഗിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷണ്ടന് ജ്ഞാനസ്ഥാനം കൊടുത്തതിന് ശേഷം പിന്നെ ബൈബിൾ പറയണത് ഫിലിപ്പോസിനെ അവിടെ കണ്ടില്ലെന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 8:38-39 രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു. അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണ്ടന് സ്നാനം നൽകി. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ സമ്മോഹിച്ചു കൊണ്ടുപോയി. ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല. സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു. എന്ത് വിഷയം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫിലിപ്പോസ് എന്നെ കർത്താവ് എടുത്ത് മാറ്റുന്നത്. കാര്യം വലിയൊരു ഫൈനാൻസ് മിനിസ്റ്ററാണ് ഈ മനുഷ്യൻ ജ്ഞാനസാധപ്പെടുത്തിയിരിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഫൈനാൻസ് മൊത്തം ഇയാളയിലാണ്. അയാളുമായിട്ട് അറ്റാച്ച് ചെയ്ത് പോകാതിരിക്കാനാണ് ഈശോയുടെ ആത്മാവിനെടുത്തത്. കാര്യം ഫിലിപ്പോസിന് മാത്രമേ ഈ ഓപ്പറേഷൻ കൊള്ളത്തുള്ളൂ. എന്താ കാര്യം? ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, ഞങ്ങൾക്ക് അതുമാത്രം മതി എന്നല്ലേ. അപ്പം എൻ്റെ മക്കൾ ഇതിന് വരുന്നൊരു കർത്താവ് നമ്മളെ വളർത്താത്തതിൻ്റെ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റാത്തതിൻ്റെ കാരണം നല്ല ശതമാനം ഒന്നെങ്കിൽ വസ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തികൾ, അല്ലെങ്കിൽ അധികാരം, ഇതിനോട് അറ്റാച്ച്മെൻ്റ് ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ 50 കൊല്ലം കരിസ്മാറ്റിക് മേഖല കേരളത്തിലെ ആത്മാഭിഷേകത്തിൽ വളർന്നെങ്കിലും ഇപ്പോൾ നമ്മൾ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ ആ വർഷത്തിൽ പോയായിരുന്നു, നിങ്ങൾ കണ്ടായിരിക്കുമല്ലേ. പക്ഷേ അവർക്ക് മെസ്സേജ് എന്താ കൊടുത്തിരിക്കുന്നത്? ഞാൻ ഫിലിപ്പോസിന് മെസ്സേജാണ് കൊടുത്തത്. ശുശ്രൂഷയിൽ വളരാനും എന്ത് ചെയ്യണം? അറ്റാച്ച്മെൻറ്റുകൾ കുറക്കണം. അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ഈ ഒരു ചേമ്പലപ്പുറത്ത് വെള്ളം കിടക്കുമ്പോൾ വെള്ളം കിടക്കുകയും നമുക്ക് പണമില്ലാതെ വല്ല നടക്കുക. ചിലൊക്കെ സ്വാധീനം കൊണ്ട് നടക്കും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ നടക്കുന്ന പണം വേണം. പക്ഷേ പണത്തോട് നമുക്ക് പണം ഉണ്ടായിരിക്കുകയും അതേസമയം തന്നെ അതിന് നമ്മളുമായിട്ട് അറ്റാച്ച് ചെയ്ത് ചേമ്പല വെള്ളം സൂക്ഷിക്കും, പക്ഷേ ചേമ്പല ചീഞ്ഞു പോകത്തില്ല. കാര്യം അതിൻ്റെ മെക്കാനിസം എവിടെയാണ് ഉള്ളത്? വെള്ളത്തിലല്ല ഉള്ളത്, ചേമ്പലയ്ക്കാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. എന്ത് വലിയ ശുശ്രൂഷകൾക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കാര്യം അറ്റാച്ച്മെൻറ്റാണ്. അറ്റാച്ച്മെൻറ്റ് പ്രധാന ദൈവശുശ്രൂഷ മേഖലയിൽ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനും അതിനോട് നിങ്ങൾ ആസക്തിയോടുകൂടി അത് നിങ്ങളെ അടിപ്പെടുത്തി കളയുന്ന രീതിയിൽ അത് നിങ്ങളെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്ന രീതിയിലാണോ എന്ന് പരിശോധിക്കണം. എന്നറിയാമോ, ഈ ചിലരെല്ലാം ഒറ്റ ഉടമ്പടി കൊണ്ട് ആ ഒരു കാര്യം സാധിച്ച് ആ ചാപ്റ്ററും ചില ആൾക്കാർ ഇന്നത്തെ കറിക്കായെന്ന് പറഞ്ഞുകൊണ്ട് ചില കൊണ്ട് പുഴയെ കൊണ്ട് തോട്ട പൊട്ടിക്കത്തില്ലേ. ഇപ്പം എന്താ നിരോധനം കൊണ്ടെന്ന് തോന്നണേ, അത് തോട്ടായി പൊട്ടിച്ച് അതിന് കിട്ടുന്ന മീനും പെരുക്കി അവർ വീട്ടിൽ പോകും. അങ്ങനെ ഒരു റിലേഷൻ ദൈവമായിട്ട് സാധ്യമല്ല. ദൈവം ആദ്യമൊക്കെ ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു ആപത്ത് വന്നാൽ സഹായിക്കും. പക്ഷേ നമ്മളുടെ തരം ദൈവത്തിന് അറിയാവുന്ന കാരണം ഉപരി വളർച്ചയ്ക്ക് പറ്റത്തില്ല. 2 പത്രോസ് 3:8 വായിച്ച് കേൾക്കാം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. ഓരോ ഡെയിലി ബ്രെഡിലൂടെയും കർത്താവിനെക്കുറിച്ചും ആത്മാവിൻ്റെ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചും ഈ ഫിലിപ്പോസിൻ്റെ
ഒരു നിലപാടിലൂടെ അവൻ അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ ശുശ്രൂഷകനായിട്ട് വളരണതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആ ഡിറ്റാച്ച്മെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വിപ്രതിപത്തി. ഞങ്ങൾക്കത് മാത്രം മതി എന്ന് പറയണില്ലേ. അപ്പോൾ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിച്ച, മറ്റൊരു നഷ്ടപ്പെട്ടാലും നമുക്ക് വേദന തോന്നാതിരുന്നാൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ ഓർക്കണം. യേശുവേ നന്ദി, കൃപാസനം പ്രസാദവര മാതാവേ നന്ദി. ഞാൻ മുളന്തുരുത്തി ആമ്പല്ലൂരിൽ നിന്നാണ് വന്നത്. എൻ്റെ പേര് ടിൻറ്റു. ഞാൻ 2020 ജനുവരി 19 വന്ന് ഉടമ്പടി എടുത്തത്. വന്ന ദിവസം തന്നെ എൻ്റെ അമ്മൂമ്മ മരിക്കാറായിട്ടും കുറേ നാളായിട്ടും ഇങ്ങനെ മരിക്കാതെ കിടക്കുവാണ്. ഇങ്ങനെ ഒരു കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവുമായിരുന്നു. നോക്കണവരും മടുത്തു. ഒരു വിസർപ്പരോഗം വന്ന പോലെയായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോണതിന് മുന്നേ തന്നെ ഫോൺ വന്നു, അമ്മമ്മക്ക് സീരിയസ് ആണെന്നും പറഞ്ഞ്. പിന്നെ ഞാൻ ചെന്ന് കണ്ടപ്പോൾ മുഖമൊക്കെ നല്ല ഒരു പ്രകാശമായ പോലെയായിരുന്നു. 2 ദിവസത്തിനകം തന്നെ അമ്മമ്മ മരിച്ചു. നല്ലൊരു മരണമായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് പോയി മോന് കുറേ നാളായിട്ട് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം സർജറി പറഞ്ഞപ്പോൾ തലേന്ന് രാത്രി തന്നെ പറഞ്ഞു, ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോകില്ല, മാതാവ് തന്നെ വന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങളൊന്നും ഉറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മോൻ എന്തൊക്കെയോ ഉറക്കത്തിൽ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ അവൻ ആരെയോ നോക്കി കരയുവാണ്. അത് കഴിഞ്ഞ് അവനൊരു ചെറിയ പനി പോലെ വന്നു. പിറ്റേ ദിവസം തൊട്ട് അവന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പിന്നെ എനിക്ക് ESA ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ മോൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ ചുമ്മാ ഒന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോൻ്റെ അവിടെ തൊലി കൂടി വളരുന്നുണ്ടായിരുന്നല്ലേ, അപ്പോൾ അത് വിട്ടു പോയിട്ടുണ്ട്, അതാണ് റിസൾട്ട്, ബ്ലഡിൻ്റെ അംശം കാണുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല മോനെന്ന് പറഞ്ഞു വിട്ടു. അതും ഞാൻ മാതാവ് എന്നെ അറിയിച്ചതാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മോന് ഒരു രോഗസൗഖ്യം ഉണ്ടായി. പിന്നെ ഞാൻ ഉടമ്പടി പിന്നെ വെച്ചത് അമ്മയുടെ കണ്ണിന് മൂടലുണ്ടായിരുന്നു. പകലും അമ്മക്ക് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ഉടമ്പടി വെച്ചതാണ്. അപ്പം അമ്മക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കാണാം. പിന്നെ വീട് വിൽക്കാൻ 2 വർഷമായിട്ട് വീട് വിൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. എല്ലാ ദിവസവും 3-4 ആൾക്കാർ വെച്ച് വന്ന് കാണുന്നുണ്ടായിരുന്നു. അതും ഇതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 5 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ആ ഡേറ്റിന് തന്നെ നടന്നെങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതും ആ ഡേറ്റിന് തന്നെ അവർ വന്ന് ടോക്കൺ അഡ്വാൻസ് തന്നു. അതുപോലെ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞ ഡേറ്റുകൾക്ക് തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടന്നത്. മാതാവ് തന്നെയാണ് അതെല്ലാം നടത്തി തന്നെ. നവംബർ 25 അവർ അല്ലാതെ അഡ്വാൻസ് തരുകയും ഡിസംബർ 13 വീട് വിൽക്കാനും പറ്റി. അപ്പോൾ വീട് വിൽക്കണതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റി. അത് നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. കാരണം കയ്യിലൊറ്റ പൈസ പോലും ഉണ്ടായിരുന്നില്ല. അതും മാതാവ് നടത്തി തന്നാണ്. അങ്ങനെ ഇപ്പം അവിടെ വീട് പണി തുടങ്ങി. വീട് പണി നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്. അങ്ങനെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് തന്ന നേർച്ച വസ്തുക്കളാണ് എല്ലാത്തിനും മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ മക്കളെ 2നെയും തേനീച്ച കുത്തിയായിരുന്നു. കൈ നീര് വെച്ചപ്പോഴും ഞാൻ ഇവിടുത്തെ ഉപ്പാണ് തേച്ചത്. അതുപോലെ ഞങ്ങൾ തലവേദന, പിന്നെ മോന് ശ്വാസതടസ്സം വന്നപ്പോഴൊക്കെ ഞാൻ ആ ഉപ്പാണ് കൊടുത്തത്. അപ്പം അതെല്ലാം മാറി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ എടത്വായിൽ നിന്നും വരുന്നു. ഞാൻ 2019 മാർച്ചിലായിരുന്നു ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ഒമാൻ പ്രൊമട്രിക് എക്സാം എഴുതി നല്ല സ്കോറോടെ പാസ്സായി. എനിക്ക് ഒമാൻ MOHൽ യാതൊരുവിധ തടസ്സവും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പോഴും ഒരു കുഴപ്പവും കൂടാതെ ഞാൻ ഒമാൻ MOHൽ ജോലി ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ഈ മഹാമാരിയുടെ കാലത്ത് ഒരു കുഴപ്പവും കൂടാതെ എന്നെ എൻ്റെ കുടുംബത്തെയും ഈശോ കാത്ത് പരിപാലിച്ചു. പിന്നെ അതിനുശേഷം ഫാമിലി വിസയിൽ എൻ്റെ കുഞ്ഞിനും ഇച്ചായനും എൻ്റെ അടുത്തേക്ക് വരുവാനും ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടെ അവിടെ ജീവിക്കുവാനും സാധിക്കുന്നു. പിന്നെ ഞങ്ങളിപ്പം നാട്ടിലേക്ക് വരുന്നതിന് ലാസ്റ്റ് മന്തിൽ 5 ഡേയ്സ് മുമ്പ് എൻ്റെ കുഞ്ഞിന് പനി തുടങ്ങിയിരുന്നു. പനി തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റേത് കോവിഡ് പോസിറ്റീവായി.
പക്ഷേ അന്നത്തെ ദിവസം അവൻ ചോറൊന്നും കഴിച്ചില്ലായിരുന്നു. ആകപ്പാടെ 1-2 സ്പൂൺ ചോറ് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ അന്ന് റിസൾട്ട് വന്ന അന്ന് രാത്രി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിനും അവനൊരു കുഴപ്പവും കൂടാതെ കാത്തു പരിപാലിക്കുന്നതിനും മൗത്ത് അൾസറൊക്കെ ഹീലാകുന്നതിനും വേണ്ടി മാതാവിനോട് ഈശോയോട് ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അവൻ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ചു. പിന്നെ അവന് കോവിഡിൻ്റേതായിട്ടുള്ള ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അവൻ പനിയും ഇല്ലായിരുന്നു. അവൻ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റായി. പിന്നെ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇച്ചാനായിരുന്നു എപ്പോഴും അവൻ്റെ കൂടെ കിടന്നിരുന്നതൊക്കെ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇച്ചാന് രാത്രി പെട്ടെന്ന് ഷിവറിങ് പോലെ വന്നു. എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ഇങ്ങനെ പോലെ ഷിവറിങ് ഒട്ടും വയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ടാബ്ലറ്റും കൊടുത്തു. ഇച്ചാൻ അന്നപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ ചൊല്ലി. അതിനുശേഷം ഇച്ചാൻ എന്നോട് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ബെഡ് റെഡിയാക്കുന്നതിനിടയിൽ ബാത്റൂമിൽ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളുടെ വീട്ടിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും ബാത്റൂമിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ടു. എൻ്റെ ഇച്ചാൻ തല ഇറങ്ങി വീണതായിരുന്നു. പൈപ്പിൻ്റെ താഴെ തല ഇറങ്ങി വീണു. പക്ഷേ പൈപ്പിൽ ഇടിക്കുകയോ ഒരു കുഴപ്പമൊന്നും വന്നില്ല. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞ് അടുത്ത വീട്ടിലെ ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഫോൺ വിളിച്ചു. അപ്പം ഇച്ചാനെ ഞാൻ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ബെഡേ കിടത്തിയപ്പോഴത്തേക്ക് ഇച്ചാൻ എന്നോട് പറഞ്ഞ് ഞാൻ ഓക്കെ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നാളെ പോകാം, അപ്പുറത്തെ ചേട്ടനോട് വരണ്ടാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ അവരോട് വിളിച്ച് പറഞ്ഞു വരണ്ടാന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാതാവ് കൂടെയുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, പെട്ടെന്ന് ഞങ്ങളങ്ങ് വന്നോളാം എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസവും ഞങ്ങൾ വീട്ടിലേക്ക് അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു. പിന്നെ ഒരു കുഴപ്പവും കൂടാതെ പിന്നെ എൻ്റെ ഇച്ചാന് പനി വന്നില്ല, യാതൊരുവിധ അസ്വസ്ഥതകളും വന്നില്ല. അതിന് 1 വീക്കിന് ശേഷം ഞങ്ങൾ പിന്നെ കോവിഡ് ടെസ്റ്റ് വീണ്ടും ടെസ്റ്റ് ചെയ്തു നാട്ടിലേക്ക് വരാൻ വേണ്ടി. ഞങ്ങളുടെ 3 പേർക്കും ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങളുടെ 3 പേരുടെ ടെസ്റ്റ് നെഗറ്റീവ് വന്നു. ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് നാട്ടിലെത്തിച്ചേരുവാൻ സാധിച്ചു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മാരേജ് നല്ല ഭംഗിയായിട്ട് നടന്നു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പോലെ തന്നെ നല്ലൊരു ജീവിത പങ്കാളി അവന് നൽകി അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ചേട്ടായുടെ ലീവിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ചേട്ടായിക്കും ഒരു തടസ്സവും കൂടാതെ ലീവും കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും കല്യാണം നല്ല ഭംഗിയായിട്ട് കല്യാണം നടത്തുവാനും സാധിച്ചു. എൻ്റെ പേര് ഡെനി, ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഏകദേശം ഒരു 9 മാസത്തോളമായിട്ട് എൻ്റെ UK ജോബിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ജൂൺ ജൂലൈ ആയപ്പോൾ ഞാൻ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 ഞാൻ പാസ്സായി. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞൊരു അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓഫർ ലെറ്ററോ COS ലെറ്ററോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലായി. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും നടക്കാത്തതുകൊണ്ട് ആകെ സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കസിനാണ് എൻ്റെ അടുത്ത് കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞേ. അങ്ങനെ ഞാൻ നവംബർ 21-ാം തീയതി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടും ഞാൻ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നുണ്ടായിരുന്നു, രാവിലെ രാത്രിയെല്ലാം ചൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ റെസ്പോൺസൊന്നും കിട്ടിയില്ല. ഞങ്ങളൊരു ഡിസംബർ പകുതി ആയപ്പോൾ തുടങ്ങി ഞാൻ എൻ്റെ കുടുംബത്തോടു കൂടി ഇരുന്ന് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്നിട്ടും എനിക്ക് ഒരു റെസ്പോണ്ടും കിട്ടാത്തതുകൊണ്ട് ആകെ വിഷമമായി. പിന്നെ നാട്ടുകാരെല്ലാം ചോദിച്ചു തുടങ്ങി നഴ്സിംഗ് പഠിച്ചിട്ട് എന്തായി കൊച്ചു ജോലിക്ക് പോകാത്തതെന്ന്. അതെല്ലാം കേട്ടപ്പോൾ ഞങ്ങൾ ആകെ ടെൻഷനൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടിയുടെ 3-ാം മാസത്തിന് മുന്നേ എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അതുപോലെ തന്നെ ഈ മാസമാണ് എൻ്റെ 3-ാം മാസം ഉടമ്പടിയുടെ. അപ്പോൾ ഈ മാസം 9-ാം തീയതി എനിക്ക് പെട്ടെന്നൊരു ഉച്ചയ്ക്ക് എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷമായി. മാതാവ് തന്നതായിരിക്കുമെന്ന് തീർച്ചപ്പെടുത്തി ഞാൻ പോയി. പക്ഷേ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, എംപ്ലോയീസിൻ്റെ ഇൻ്റർവ്യൂ നടന്നില്ല. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം അത് നടന്നില്ല. അങ്ങനെ ആ പ്രതീക്ഷ പോയി. അതോടുകൂടി എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഞാൻ ഇനി തുടരില്ല, ഞാൻ അടുത്ത വഴി നോക്കുകയാണ്, മംഗലാപുരത്ത് ജോലിക്ക് പോവുകയാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ നോക്കില്ല, ഇതെൻ്റെ ലാസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെയും ഉടമ്പടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, കാരണം ഞാൻ എടുത്തിട്ട് കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് അന്ന് രാത്രി നമ്മുടെ ഇന്ത്യൻ ടൈം 9:30 ആയപ്പോൾ എനിക്ക് അടുത്ത കോൾ വന്നു, ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് വലിയ ഹാപ്പിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നല്ല ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ കൊന്ത പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ പാസ്സായി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്നാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്, വൈഫൈ കണക്ഷന് വേണ്ടിയിട്ട്. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട് എത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു. പിന്നെ ഡോക്യുമെൻസിൻ്റെ പ്രോസസ്സിങ് എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം
ഇത്ര നാൾ വെയിറ്റ് ചെയ്തിരുന്നത് 2 ആഴ്ച കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം തീർന്നു. എനിക്ക് COS പേപ്പർ കിട്ടി. എൻ്റെ ഈ ഉടമ്പടി ഇപ്പോൾ തീർന്നു, 3 മാസം തീർന്നു. അതിന് മുന്നേ എനിക്ക് വിസയ്ക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റി. ബാക്കി കാര്യങ്ങളെല്ലാം മാതാവ് നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനിയും ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജുവലന സെബാസ്റ്റ്യൻ. ഞാൻ തുമ്പോളിയിലാണ് താമസിക്കുന്നത്. ഞാനിവിടെ വന്നത് എൻ്റെ അമ്മയുടെ ഒരു സൗഖ്യം മാതാവിൽ നിന്ന് കിട്ടിയ ഒരു സൗഖ്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ്. ജൂലൈ 2020 ജൂലൈയിൽ ആണ് എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള അസുഖമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഭയങ്കരമായിട്ട് തകർന്നു പോയി ആ ഒരു അസുഖം ഉണ്ടെന്ന്. കാരണം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിലെ എൻ്റെ പപ്പ മരിച്ചു പോയതാണ്. അമ്മയാണ് ഞങ്ങളെ വളർത്തിയതും നോക്കുന്നതും എല്ലാം. അപ്പം ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും എല്ലാവരും ഭയങ്കരമായിട്ട് തകർന്നു പോയി. അപ്പം അതൊരു തിങ്കളാഴ്ചയാണ് ഇത് അറിയുന്നത്. ബുധനാഴ്ച ഞാൻ ഉടമ്പടി ഓഫ്ലൈൻ ഉടമ്പടി ഇല്ല, ഓൺലൈൻ ഉടമ്പടി എടുത്തു. പക്ഷേ ആ ഉടമ്പടി എടുക്കുന്ന നിമിഷം വരെ ഞാൻ കരയുന്ന ഒരാളായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ലോകം അവസാനിക്കാൻ പോകുന്ന കണക്കൊക്കെ എനിക്ക് തോന്നി. നമ്മളുടെ മുന്നോട്ടൊന്നും ഇല്ലെന്നുള്ളതൊക്കെ ഒരു തോന്നലായിരുന്നു. അപ്പോൾ അമ്മയുടെ അസുഖം ഡയഗ്നോസ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്റ്റേജ് 2 കഴിഞ്ഞു, ഒരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞു. അതിൽ നിന്ന് ഒത്തിരി സ്പ്രെഡിങ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ലിംഫ് നോഡ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ ഓൾറെഡി അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ നിമിഷം തൊട്ട് പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. ഈ അസുഖത്തിനെ ഓർത്ത് ഞാൻ പിന്നെ കരഞ്ഞിട്ടില്ല. എനിക്ക് അപ്പം തൊട്ട് എൻ്റെ കൂടെ മാതാവുണ്ട്. എൻ്റെ അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യത്തിൽ മാതാവ് അത് നടത്തിത്തരും എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. പിന്നെ തൊട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നവരോട് പോലും എനിക്ക് അങ്ങനത്തെ ഒരു സങ്കടം പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്കിതിനകത്തൊരു വിഷമവും ഇല്ല, എനിക്കറിയാം ഇത് മാതാവ് എനിക്ക് വേണ്ടി നടത്തിത്തരും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ളൊരു വചനം ഇതായിരുന്നു, എനിക്ക് നിൻ്റെ മേലൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ട്രീറ്റ്മെൻറ്റ് ആ വെള്ളിയാഴ്ച തന്നെ ആരംഭിച്ചു. തിങ്കളാഴ്ച ഡയഗ്നോസ് ചെയ്തു, വെള്ളിയാഴ്ച ആയപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. 8 സൈക്കിൾ ഓഫ് കീമോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കീമോ എടുക്കാനായിട്ടൊക്കെ ഞങ്ങളിവിടെ ചേർത്തലയിലൊരു ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അപ്പം എല്ലായ്പ്പോഴും ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും മാതാവിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങും. അകത്തോട്ട് കയറാൻ പറ്റത്തില്ലെങ്കിലും പുറത്ത് നിന്ന് പ്രാർത്ഥിക്കും. എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ അങ്ങോട്ട് പോകത്തുള്ളൂ. എത്ര താമസിച്ചാലും എന്തിതാണേലും ഞങ്ങൾ കയറിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് കീമോ എടുക്കും. അപ്പം ഈ അസുഖത്തിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഇത് ഭയങ്കര ഒരു പെയിൻഫുൾ പ്രോസസ്സാണ്. നമ്മൾക്ക് കണ്ടു നിൽക്കുന്നവർക്കും അത് തന്നെ, അനുഭവിക്കുന്നവർക്കും അത് തന്നെ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അവിടെയുള്ള ബാക്കിയുള്ള പേഷ്യൻസൊക്കെ ഈ കീമോയുടെ സമയത്തൊക്കെ ഒരുപാട് നിലവിളിക്കും പെയിൻ കാരണം. പക്ഷേ ഇന്ന് വരെ എൻ്റെ അമ്മ അങ്ങനെ നിലവിളിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതെനിക്ക് ഉറപ്പായി വിശ്വാസമുണ്ട്. അവിടെയെല്ലാം മാതാവ് അമ്മേനെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരുമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ മുടി പോകാൻ തുടങ്ങി, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി. പക്ഷേ എന്നാലും നമുക്ക് സഹിക്കാവുന്ന പ്രശ്നങ്ങളെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അമ്മ ഓൾറെഡി ഒരു വാദത്തിൻ്റെ അസുഖമുള്ള ആളാണ്. 2 വർഷം കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിരുന്നു എൻ്റെ പപ്പ മരിച്ചു കഴിഞ്ഞപ്പം. അങ്ങനെ അമ്മയ്ക്ക് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ്. എന്നിട്ടും ഈ അസുഖം വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ ആരോഗ്യത്തിന് താങ്ങാവുന്ന രീതിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഛർദ്ദിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ അവിടെയെല്ലാം മാതാവ് കറക്റ്റായിട്ട് എൻ്റെ അമ്മയ്ക്ക് പറ്റുന്നത് കൊടുത്ത് എൻ്റെ അമ്മേനെ അത്ര ഇതില്ലാത്ത കൊണ്ടുപോയി. അങ്ങനെ 8 സൈക്കിൾ ഓഫ് കീമോ കഴിഞ്ഞിട്ട് ജനുവരിയിലായിരുന്നു അമ്മയുടെ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് റേഡിയേഷൻ ഉണ്ടായിരുന്നു, റേഡിയേഷനും കഴിഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡോക്ടർ എന്നെ മമ്മിയോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഇതാണ്, അതല്ലാതെ ഇതിനകത്ത് വേറൊന്നും എനിക്ക് പറയാനില്ല എന്നുള്ളതാണ് ഡോക്ടർ എന്നെ പറഞ്ഞത്. ഇതിൽ നിന്ന് എൻ്റെ അമ്മ ഇപ്പോൾ റിക്കവർ ചെയ്ത് വന്നു. ഇപ്പോൾ 1 വർഷത്തിന് മേലെയായി. എൻ്റെ അമ്മയ്ക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സർജറി കഴിഞ്ഞതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും വരുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സ്റ്റേജിൽ നിന്ന്, ബിഗ് സീറോ എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്താൻ പറ്റിയല്ലോ. അത് ഭയങ്കരമായിട്ട് മാതാവ് എൻ്റെ കൂടെ, നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉപവാസം എല്ലാം, ആ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നെങ്കിൽ പോലും ഉപവാസം എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. പ്രാർത്ഥന അതെല്ലാം ഞാനെടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ എവിടെ പോയാലും ഞാൻ എപ്പോഴും കൂടെ കരുതുന്നത്, ഇതിന് മുന്നേ ഉടമ്പടിക്ക് എനിക്ക് കിട്ടിയ മാതാവിൻ്റെ ഇതുണ്ട്, ലോക്കറ്റുണ്ട്. ആ ലോക്കറ്റ് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ എൻ്റെ പേഴ്സിൽ കാണും. അപ്പം അതും കൊണ്ടേ ഞങ്ങൾ എല്ലായിടത്തും പോകാറുള്ളൂ. മമ്മിയുടെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാനിങ്ങിൽ എല്ലായിടത്തും നമുക്ക് വേണ്ടി ദൈവം അതുപോലെ ക്രമീകരിച്ച് തന്ന് എല്ലാം സുഖമായിട്ട് ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു.
പിന്നെ എനിക്ക് പറയാനുള്ളത്, അതിന് മുമ്പത്തെ ഉടമ്പടിക്ക് ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ OET ക്ലിയർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ചേട്ടന് OET കിട്ടി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചില്ല, എങ്കിൽ പോലും എനിക്ക് കേറ്ററ്റും സെറ്റും ഒക്കെ പാസ്സാകാൻ പറ്റി. അപ്പോൾ അതൊക്കെ മതി. അത് ഞാൻ പറഞ്ഞല്ലോ, എവിടെ പോയാലും ഞാൻ ലോക്കറ്റും കൊണ്ടേ പോകത്തുള്ളൂ, എക്സാമിനാണെങ്കിലും എവിടെയാണെങ്കിലും. അതിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ കാര്യത്തിൽ അല്ലാതെ വേറൊരു കുഞ്ഞു ലോക്കറ്റ് ഉണ്ട് മാതാവിൻ്റെ. അപ്പോൾ ഇത് ഏത് ഇൻ്റർവ്യൂവിന് പോകാനാണെങ്കിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അതൊക്കെ മാതാവ് എനിക്ക് വേണ്ടി തന്ന വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. മാതാവേ സ്വസ്തി. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നത്. എൻ്റെ പേര് ഗ്രേസി. ഞാൻ കോയമ്പത്തൂരിലെ മരിയം പ്രയർ വിജയകുമാറിൻ്റെ പ്രയറിൽ പോകാറുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോളുടെ കല്യാണത്തിന് വേണ്ടി ബ്രദറിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, പേടിക്കേണ്ട, കാനായൂരിലെ കല്യാണം പോലെ കല്യാണം മകളുടെ നടക്കും, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസത്തിന് മുമ്പ് വരെ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഞാൻ ജപമാല ചെയ്തുകൊണ്ട് മാതാവിനോട് പറയും, കാനായൂരിലെ കല്യാണം പോലെ നടത്തി തരുമെന്ന് പറഞ്ഞില്ല അമ്മേ, എൻ്റെ കയ്യിലൊന്നുമില്ല, നീ തന്നെ നടത്തി തരണമെന്ന് പറഞ്ഞ്. അന്ന് അതിശയം ഒന്ന് പറയട്ടെ, കാനായൂരിലെ കല്യാണം പോലെ തന്നെ നല്ലപടിയാ മകളുടെ കല്യാണം നടത്തി തന്ന്. ഞാൻ എനിക്ക് പണം കിട്ടിയാൽ ഞാൻ ദശാംശം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് കല്യാണം കഴിഞ്ഞ് ഞാൻ മൊയ് പണം എണ്ണാൻ വേണ്ടി ഞാൻ 3 ദിവസം ഉപവാസം ഇരുന്നുകൊണ്ടാണ് മൊയ് കവർ എണ്ണിയത്. അതേപോലെ 10,000 രൂപ അഡ്വാൻസ് ദശാംശം കൊടുക്കാനും 73,500 രൂപ ഭക്ഷണത്തിന് കൊടുക്കാനുള്ള പണം 1 രൂപ പോലും കൂടുതലും കുറവില്ലാമേ കറക്റ്റാണ് പണം കിട്ടുകയും മാതാവ് ഒരു പണക്കാർ വിട്ട് മകളുടെ കല്യാണം പോലെ നല്ല ഭംഗിയായി നടത്തി തരുകയും ചെയ്തു. അതിന് മാതാവിനും കോടാനും കൂടി നന്ദി, ബ്രദറിനും നന്ദി. പിന്നെ ഞാൻ ബ്രദറിൻ്റെ അവിടെ പ്രേയറിന് പോയപ്പോഴാണ് ഉടമ്പടിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഞാനും ഉടമ്പടി എന്തെന്ന് അറിയാതെ ഇവിടെ ബ്രദറിൻ്റെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഞാനും വന്ന് ഉടമ്പടി എടുത്തു. 6 നിയോഗം വെച്ചിരുന്നു. അതിൽ 1ാമത് നിയോഗം എൻ്റെ മകൾ, 2ാമത്തെ മകൾ ജെനിഫറിന് നല്ലപടി കല്യാണം നടക്കണമെന്നായിരുന്നു. അതും എൻ്റെ ഭർത്താവ് 2018 മരിച്ചുപോയി, ആഗസ്റ്റ് 5-ാം തീയതി. എന്നാൽ മകളുടെ കല്യാണം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2019 7ാമത് മാസം 9-ാം തീയതി ആയിരുന്നു. ഒക്ടോബർ മാസം, അതേ വർഷം തന്നെ ഒക്ടോബർ മാസം മകളുടെ 3-ാം തീയതി മകളുടെ കല്യാണം നല്ലപടി നടത്തി തന്നു. അതും അതിശയമായിരുന്നു. എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ആ കല്യാണ ടൈമിൽ മാതാവ് എല്ലാം നല്ലപടിയെ നിറയെ ഹെൽപ്പുകൾ ചെയ്ത് മകളുടെ കല്യാണവും ഗംഭീരമായി നടത്തി തന്നു. അതിനും മാതാവിന് കോടാനോ കൂടി നന്ദി. എന്നാൽ മാതാവിന് മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന മകൻ ഏതൊരു വേലയിൽ ഉറച്ചു നിൽക്കാതെ 6 മാസത്തിൽ കൂടുതൽ വേലയിൽ നിൽക്കുമായിരുന്നില്ല. ഞാനും മനസ്സ് ரொம்ப സങ്കടപ്പെട്ട് മാതാവിനോട് പറഞ്ഞു, ആ മകന് സ്വന്തമായിട്ട് നല്ലൊരു വേല കിട്ടുവാനും ആ വേലയിൽ നിലച്ചു നിൽക്കുവാനുള്ള കൃപ തരണമെന്ന്. മാതാവ് അതും എനിക്ക് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ മകൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിനാൽ കൊച്ചുങ്ങളുണ്ടാകെ കഷ്ടമുണ്ടാവുമെന്ന് പറഞ്ഞ് മകൾക്ക് നല്ലപടിയെ ഒരു കൊച്ചു ജനിക്കണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. അവൾക്ക് അതേപോലെ നല്ലപടിയെ കൊച്ചു ജനിച്ച് ഒരു പെൺകൊച്ച്, അവൾക്ക് ഇപ്പോൾ 1.5 വയസ്സായി. ഇപ്പോൾ 9ാമത് മാസം ഗർഭിണിയാണ്. ആ മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ 4ാമത് ഞാൻ ഒരു നിയോഗം വെച്ചിരുന്നു. ഞാൻ മേലെ റൂം കെട്ടുവാനായിട്ട് കടൻ വാങ്ങിയിരുന്നു. ആ കടൻ അടക്കുവാൻ എനിക്ക് സാധിക്കാതെ വന്നു. ആ കടനും മാതാവ് എനിക്ക് ഇല്ലാതാക്കി തന്നു. 5ാമത് എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനെ 3.5 ലക്ഷം രൂപയോളം കടന വാങ്ങിക്കൊടുത്തു. ആ മനുഷ്യൻ ഞങ്ങളെ പറ്റിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പറ്റിച്ച് കളഞ്ഞു. ആ കടൻ അടക്കുവാനും മാതാവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. ഇനി 22,000 രൂപ മാത്രം ബാക്കിയുള്ള അടക്കാം. അത് മാതാവ് തീർത്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6ാമത് എൻ്റെ 2 മക്കളും 2 പെൺമക്കളാണ്. എപ്പോഴും വഴക്കുണ്ടാക്കും. 2 പേരും കീരിയും പാമ്പും പോലെ എപ്പോഴെല്ലാം സന്തോഷമായിട്ടിരിക്കും, ദിടീന്ന് വഴക്കുണ്ടാക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് എൻ്റെ 2 മക്കളും സമാധാനത്തോടും ഐക്യത്തോടും സന്തോഷത്തോടും ജീവിക്കണമെന്ന്. അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചെന്നു. ഈ പാവിയായ മകൾക്ക് ഇത്രയും വലിയ ഉപകാരം ചെയ്ത എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. യേശുവിനും നന്ദി.